മാറി ജീവിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. പഴയകാലത്തെ മഹാന്മാർ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് തെറ്റാതെ കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തഖ്വയിലായി ജീവിച്ചപ്പോ റബ്ബ് തആല അവർക്ക് നൽകിയ വിജയം കണ്ടോ? മുത്തഖീങ്ങൾക്കല്ലേ അല്ലാഹു വിജയം നൽകുന്നത്. ദുനിയാവിലുള്ള വിജയവും അങ്ങനെയാണ്, ആഖിറത്തിലുള്ള വിജയവും അങ്ങനെയാണ്. നാളെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തണം, അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്ന വിധത്തെങ്കിലും അടുത്തെത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ പറയാൻ ഉഷാറാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ദുനിയാവിലും ആഖിറത്തിലും തങ്ങളോട് കൂടുതൽ അടുക്കാൻ കഴിയുന്നവർ, തങ്ങളോട് ആഖിറത്തിൽ കൂടുതൽ അടുക്കാൻ കഴിയുന്നവര് മുത്തഖീങ്ങൾ മാത്രമാണ് കേട്ടോ. ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്ന് യമനിലേക്ക് യാത്രയാക്കുമ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയും പിടിച്ച് വാഹനത്തിലേക്ക് കയറ്റുന്നതിന്റെ മുമ്പ് പറഞ്ഞു, മുആദ്, അടുത്ത കൊല്ലം നിങ്ങൾ മദീനയിൽ വരുമ്പോ, മദീനയിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോ ലഅല്ലക അൻ തമുറ ബിഖബരി, എന്റെ ഖബറിന്റെ പരിസരത്തുകൂടെ നിങ്ങൾ നടന്നു പോകും. അഥവാ മദീനയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാകൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ഇവിടെ വാങ്ങിയൊരു മദീനയിൽ ജീവിക്കുന്നത് ആലോചിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. വേർപാടിന്റെ ദുഃഖം താങ്ങാൻ കഴിയാതെ പെടുന്നനെ കരച്ചിലിന് ശക്തി കൂടിയപ്പോ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വാഹനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുആദേ, നിങ്ങൾ യമനിലേക്കാണ് പോകുന്നത്. മദീനയിൽ നിന്ന് ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട് യമനിലേക്ക്. നിങ്ങൾ യമനിലായാലും ഏത് നാട്ടിലായാലും ഔലന്നാസി ബി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലല്ലേ നമ്മൾ ഒരുമിച്ച് കൂടുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ജനങ്ങളിൽ ഖിയാമത്ത് നാളിൽ എന്നോട് കൂടുതൽ കണക്ഷൻ ചെയ്യുന്നത്, ഏറ്റവും അടുത്ത ബന്ധത്തിൽ നിൽക്കുന്നവര് അൽ മുത്തഖൂൻ, മുത്തഖീങ്ങളാണ്. മുആദേ, ഐനമാ കാനൂ ഹൈസുമാ കാനൂ, ഏത് നാട്ടിലാണെങ്കിലും ശരി, ഏത് പ്രദേശത്താണെങ്കിലും ശരി,